Dear students, ഈ വീഡിയോ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ക്യാപിറ്റൽ റേഷനിങ്, ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധമായിട്ട് വരുന്നൊരു ടോപ്പിക്കാണ് ക്യാപിറ്റൽ റേഷനിങ്. ക്യാപിറ്റൽ റേഷനിങ്ങിനെ സംബന്ധിച്ച് നമ്മൾ ഇതിൻ്റെ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ ഇൻട്രഡക്ഷൻ സമയത്ത് തന്നെ സൂചിപ്പിച്ചിരുന്നു അല്ലേ? അപ്പോൾ അതിൻ്റെ മീനിങ് നമുക്ക് നേരത്തെ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. So capital rationing refers to a situation where a firm is not in a position to invest in all profitable projects due to the constraints of funds or constraints on availability of funds. ഫണ്ടിൻ്റെ അപര്യാപ്തത മുഖേന മൂലം പ്രോഫിറ്റബിൾ ആയിട്ടുള്ള എല്ലാ പ്രോജക്റ്റ് ആൾട്ടർനേറ്റീവ്സിലും ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു സിറ്റുവേഷനെയാണ് നമ്മൾ ക്യാപിറ്റൽ റേഷനിങ് എന്ന് കൊണ്ട് സൂചിപ്പിക്കുന്നത്. So it is a situation in capital budgeting wherein a company is placed with too much of opportunities, too much of profitable opportunities, but only a limited funds to make investment. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫണ്ട് വളരെ കുറച്ചാണ്, പക്ഷേ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രോജക്റ്റുകൾ എന്ന് പറയുന്നത് വളരെ കൂടുതലുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഇവിടെ ലിമിറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഫണ്ടിനെ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ അതിനെ എന്ത് ചെയ്യണം? വിനിയോഗിക്കണം. ക്ലിയർ? അപ്പോൾ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോസസ്സാണ് റേഷനിങ്, ക്യാപിറ്റൽ റേഷനിങ്. ഓക്കെ, സോ വി നോ ദാറ്റ് റിസോഴ്സസ് ആർ ഓൾവേസ് ലിമിറ്റഡ് ആൻഡ് ക്ലിയർ ദ ഡിമാൻഡ്സ് for them far exceeds the availability. So it is for this reason that the firm cannot take up all the profitable projects, clear, even though they are profitable, highly profitable, clear, that will pass to the accept reject criterion. Okay, അപ്പോൾ acceptability വരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും മെത്തേഡ് അനുസരിച്ച് അക്സെപ്റ്റ് ചെയ്യാവുന്ന പ്രോജക്റ്റുകൾ കുറേയധികം ഉണ്ടാകുമ്പോൾ തന്നെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാത്തിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത വരും. ക്ലിയർ? സോ അവിടെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സോ വി നീഡ് ടു റിസോർട്ട് ടു ദ സെലക്ഷൻ ഓഫ് എ കോമ്പിനേഷൻ ഓഫ് പ്രോജക്ട്സ് or proposals that will lead the better profitability or maximum profitability. Clear? അപ്പോൾ ആ രീതിയിൽ ഏറ്റവും നല്ല അനുയോജ്യമായിട്ടുള്ള രീതിയിൽ പ്രോഫിറ്റബിലിറ്റി കിട്ടുന്ന ഏറ്റവും മോസ്റ്റ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കുറച്ചെണ്ണത്തിലേക്ക് മാത്രമായിട്ട് നമ്മുടെ ഫണ്ടിനെ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പം അങ്ങനെ ചെയ്യുന്ന പ്രോസസ്സിങ് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാപിറ്റൽ നമ്മൾ റേഷനിങ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ക്ലിയർ? അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ക്യാപിറ്റൽ റേഷനിങ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട്. സോ ലെറ്റ് us assume that a firm is only having 10 lakh rupee, 10 ലക്ഷം രൂപയുണ്ട്. ആൻഡ് ഇറ്റ് ഹാസ് വേരിയസ് ഓപ്പർച്യൂണിറ്റീസ്. ക്ലിയർ? കോസ്റ്റും പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സും തന്നിട്ടുണ്ട് ക്യാപിറ്റൽ റേഷനിങ്ങിലൊക്കെ നമ്മൾ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ആണ് സാധാരണ ഉപയോഗിക്കുക, അതല്ലാതെയും ഉപയോഗിക്കാം. പക്ഷേ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ആണ് ഉപയോഗിക്കുക, കാരണം റാങ്ക് ചെയ്യാനൊക്കെ എളുപ്പമായതുകൊണ്ട്. ക്ലിയർ? അപ്പോൾ ഇവിടെ പ്രപ്പോസൽസ് 5 പ്രപ്പോസൽസിൻ്റെ പേര് തന്നിട്ടുണ്ട്. ക്ലിയർ? അതിൻ്റെയൊക്കെ എമൗണ്ട് തന്നിട്ടുണ്ട്, കോസ്റ്റ് തന്നിട്ടുണ്ട്. 3 lakh, 1 lakh, 5 lakh, 2 lakh, 1,50,000. Clear? Profitability index is already calculated and is given for your decision. Clear? 1.46, 0.098, clear? 2.311, 2.31, 1.32, then 1.25. ഇങ്ങനെ 5 പ്രോജക്റ്റിന് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ആണ്. ക്ലിയർ? ഇപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് 10 ലക്ഷം രൂപയുള്ളൂ. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കൂ. 3 + 1 + 5 + 2 + 1, 1.5 ഒക്കെ വരുന്ന സമയത്ത് വരും 4, 5, 4, 9, 2, 11, 12,50,000 രൂപ വരും. 12,50,000. അപ്പോൾ അത്രയും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടോ? ഇല്ല. എത്രയേ ഉള്ളൂ? 10 lakh മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 10 ലക്ഷം രൂപയെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോജക്റ്റുകളിൽ നമ്മൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്ലിയർ? പ്രോജക്റ്റുകളെ പ്രോഫിറ്റബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ നമുക്ക് റാങ്ക് ചെയ്യാം. ക്ലിയർ? ഏറ്റവും ഹയസ്റ്റ് പ്രോഫിറ്റബിലിറ്റി വരുന്ന ഏതാ? ഹയസ്റ്റ് PI വരുന്നതാണ് അല്ലേ? അപ്പോൾ നമ്മൾ അതിനെ ഫസ്റ്റ് റാങ്ക് കൊടുത്തു. ക്ലിയർ? അടുത്തത് കൂടുതൽ വരുന്ന ഏതാ? അതിന് സെക്കൻഡ് റാങ്ക് കൊടുത്തു. ക്ലിയർ? അടുത്ത് കൂടുതൽ വരുന്ന ഏതാ? തേർഡ് റാങ്ക് കൊടുത്തു. ക്ലിയർ? അടുത്ത് കൂടുതൽ വരുന്ന എന്താ? 4th റാങ്ക് കൊടുത്തു. ക്ലിയർ? ഓക്കെ. അതുപോലെ അടുത്ത് വരുന്ന എന്താ? 5th റാങ്ക് കൊടുത്തു. അപ്പോൾ നമ്മൾ പ്രോജക്റ്റുകളെ റാങ്ക് ചെയ്തു. ക്ലിയർ? അതിൻ്റെ പ്രോഫിറ്റബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ PI ഇൻഡെക്സിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ചെയ്തു. ക്ലിയർ? ഇനി നമുക്കറിയാൻ പറ്റും 12,50,000 രൂപ നമുക്ക് ആകെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണം. 10 ലക്ഷം രൂപയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചിലതിനെയൊക്കെ ഒഴിവാക്കണം. ഏതിനെ ഒഴിവാക്കാം? ഏറ്റവും ലോവസ്റ്റ് റാങ്ക് ആയിട്ട് വരുന്നതിന് അതിൽ കുറച്ച് പ്രോഫിറ്റബിലിറ്റി ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനെ എന്ത് ചെയ്ത് ഒഴിവാക്കി. അപ്പോൾ പ്രോജക്റ്റ് നമ്പർ 2 അതിനെ നമ്മൾ ഒഴിവാക്കി.
അപ്പോൾ 1 lakh അല്ലേ. അപ്പോൾ വീണ്ടും എന്ത് വരും? 11,50,000 വേണ്ടി വരും, എല്ലാം വീണ്ടും അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ. ക്ലിയർ? അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു? അടുത്ത് നോക്കുന്നു, ഏറ്റവും ലോവസ്റ്റ് വരുന്ന 4ാമത്തെ പ്രോജക്റ്റ്. ക്ലിയർ? അപ്പോൾ അതിനെ നമ്മൾ ഒഴിവാക്കി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായി? 1,50,000 പോയി. അപ്പോൾ 10 ലക്ഷം രൂപ കിട്ടി. അപ്പോൾ നമ്മൾ 10 ലക്ഷം രൂപയ്ക്ക് ഏതൊക്കെ പ്രോജക്റ്റ് എടുക്കും? പ്രോജക്റ്റ് നമ്പർ 1 അല്ലേ, പ്രോജക്റ്റ് നമ്പർ 2 അല്ലേ, ദാറ്റ് ഈസ് 3, ആൻഡ് പ്രോജക്റ്റ് നമ്പർ 4. ക്ലിയർ? സോ 1, 2 and 3, റാങ്ക് നമ്പർ 1, 2 and 3, ദാറ്റ് ഈസ് പ്രോജക്റ്റ് നമ്പർ 1, 3 and 4. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പ്രോജക്റ്റിനെ ആൾട്ടർനേറ്റീവ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഇങ്ങനെ ചെയ്യുന്നതിന് വേണ്ടി ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ക്യാപിറ്റൽ റേഷനിങ്. ക്ലിയർ? അപ്പോൾ ക്യാപിറ്റൽ റേഷനിങ്ങിൻ്റെ പ്രത്യേകത, ഓൺലി ലിമിറ്റഡ് ഫണ്ട്സ് ടു മേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്, ബട്ട് ദർ ആർ many number of profitable project alternatives available, so that a firm or a company is required to make investment of their scarce fund in the most profitable project. Clear? Most profitable project alternative. അപ്പോൾ അതിൻ്റെ ഒരു കോമ്പിനേഷൻ എടുത്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, സോ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. That is illustration number 34. S Limited has rupees 10 lakh allocated for capital budgeting purposes. The following proposals are clear. Proposals and ascertain the profitability index which have been determined. Clear? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ക്ലിയർ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കുക. 10 ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ഉണ്ട്. 6 പ്രോജക്റ്റ് ആൾട്ടർനേറ്റീവ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെയൊക്കെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സും തന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ റാങ്ക് ചെയ്യാമെന്ന് വിചാരിക്കാം. ഈ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരിക? അല്ലേ, ഏറ്റവും ഹയസ്റ്റ് പ്രോഫിറ്റബിൾ ആയിട്ട് വരുന്നത് ഏതാ? നമുക്കറിയാൻ പറ്റും. സോ ഇറ്റ് കംസ് ടു 1.22 വരുന്നത് അല്ലേ. സോ ദിസ് ഈസ് റാങ്ക് നമ്പർ 1 അല്ലേ. പിന്നെ അടുത്ത് വരുന്ന റാങ്ക് നമ്പർ 2, ദെൻ റാങ്ക് നമ്പർ 2. ക്ലിയർ? ദെൻ അടുത്ത് വരുന്ന എന്താ? റാങ്ക് നമ്പർ 3, then rank number 4. Okay, so 1, 2, 3 left, then rank number 4, 5. This is 5. Yeah, rank number 5. ഇങ്ങനെ നമ്മൾ 5 ഇപ്പോൾ 2 പ്രോജക്റ്റുകൾക്ക് സെയിം റാങ്ക് വരുന്നു, കാരണം അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് സെയിം ആണ്. ഇപ്പോൾ സെക്കൻഡ് റാങ്ക് തന്നെ രണ്ടിനും കൊടുത്തു. ക്ലിയർ? ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലിയർ? നമ്മൾ 1ാമത്തെ പ്രോജക്റ്റ് നമ്മൾ എടുക്കുന്നു, ഫസ്റ്റ് റാങ്ക് എടുത്തു. അപ്പോൾ അത്രയായി? ഫസ്റ്റ് റാങ്ക് കിട്ടിയ പ്രോജക്റ്റ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി എടുത്തു. അപ്പോൾ 3 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആയി. 2ാമത്തെ റാങ്ക് കിട്ടിയിട്ടുള്ളതിന് എടുത്തു. അപ്പോൾ അത്രയായി? 2ാമത്തെ വരുമ്പോൾ 3 + 3 അല്ലേ, 3.5. അപ്പോൾ 6,50,000 rupees-ആയി. അടുത്ത് വീണ്ടും 2ാമത്തെ റാങ്ക് കിട്ടിയിട്ടുള്ളതിനെ എടുത്തു. അപ്പോൾ എത്ര വരും? 2 ലക്ഷം രൂപ വന്നു. ക്ലിയർ? അപ്പോൾ എത്രയായി? 3 × 3 6,50,000, 6 × 8,50,000. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? 3ാമത്തെ റാങ്ക് എടുക്കും. അപ്പോൾ എത്രയാണ്? 4,50,000 രൂപയാണ്. അപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ ഓൾറെഡി എത്രയായി? 3 × 3 6, 6 × 8 8,50,000 ആയി. ക്ലിയർ? ഇനി 3ാമത്തെ റാങ്കുള്ള പ്രോജക്റ്റിന് കൂടെ എടുത്തു കഴിഞ്ഞാൽ എത്രയായിട്ട് വരും? സോ അത് 4,50,000 കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് 8 × 4 12 13 ലക്ഷം രൂപ വേണ്ടി വരും. 13 ലക്ഷം ഉണ്ടോ? ഇല്ല. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ആദ്യത്തെ പറഞ്ഞിരിക്കുന്ന 3 അല്ലേ, ആദ്യത്തെ 2 റാങ്കുള്ള പ്രോജക്റ്റുകളെ എടുക്കാൻ പറ്റും. ഈ പ്രോജക്റ്റിന് നമുക്ക് എടുക്കാനും പറ്റില്ല, കാരണം എന്താ? 10 ലക്ഷം രൂപയേ ഉള്ളൂ. പകുതി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റില്ല. ഒരു പ്രോജക്റ്റിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് ബാക്കി 8,50,000 രൂപയ്ക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ? 1,50,000 rupees നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ എടുത്തു വെക്കേണ്ടി വരും. ക്ലിയർ? ഏതൊക്കെ പ്രോജക്റ്റ് എടുക്കും അല്ലേ? ആദ്യത്തെ പ്രോജക്റ്റ് എടുക്കും, പിന്നെ നമുക്ക് അടുത്തായിട്ട് വരുന്ന 3,50,000 പ്രോജക്റ്റ് എടുക്കും, 2 lakh rupees പ്രോജക്റ്റ് എടുക്കും. അങ്ങനെ 8,50,000 രൂപയുടെ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് ദ മെത്തേഡ്. പക്ഷേ ഇവിടെ 1,50,000 നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനേ പറ്റില്ല. അപ്പോൾ അതൊരു പ്രോബ്ലമാണ് അല്ലേ. ഇങ്ങനെ വരുന്നൊരു സിറ്റുവേഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാം? മറ്റേതെങ്കിലും ഒരു മെത്തേഡ് കൂടെ കമ്പയർ ചെയ്യാം. നോർമലി ഇങ്ങനെയുള്ളൊരു കേസിൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ് ആയിരിക്കും, NPV മെത്തേഡ് ആയിരിക്കും. അപ്പോൾ NPV മെത്തേഡ് അനുസരിച്ച് ഇതിൻ്റെ സ്യൂട്ടബിലിറ്റി എന്താണെന്ന് ഇവിടെ നോക്കാം. ഓക്കെ, പ്രോജക്ട്സ് ഇൻഡിവിസിബിൾ ആയതുകൊണ്ട് അല്ലേ, ഇവിടെ നമ്മളൊക്കെ പറഞ്ഞിരിക്കുന്നത് അസ്യൂം ദാറ്റ് പ്രോജക്ട്സ് ആർ ഇൻഡിവിസിബിൾ. അതിനെ ഡിവൈഡ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ദർ ഇസ് നോ ആൾട്ടർനേറ്റീവ് യൂസ് ഓഫ് മണി. ക്ലിയർ? നമുക്ക് മിച്ചം വരുന്ന പൈസ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആൾട്ടർനേറ്റീവ് യൂസും ഇല്ല. ക്ലിയർ? അങ്ങനെ ഒരു അസംഷനിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുമ്പോൾ സൊല്യൂഷനോടെ കൊടുത്തേക്ക് നോക്കൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രോജക്റ്റുകളൊക്കെ നമ്മൾ എടുത്തെഴുതി. ക്ലിയർ? എമൗണ്ട് ഒക്കെ എൻ്റെ ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് തന്നിരിക്കുന്നത്, അതൊക്കെ എടുത്തെഴുതി. ക്ലിയർ?
വേണ്ടി വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് എല്ലാം എഴുതി. ക്ലിയർ? ഓക്കെ. ഇപ്പം എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ട് വരും അല്ലേ? 4 2 6 4 10 10 3 13 14 14 15 15 3 18 18,50,000 രൂപയൊക്കെ വരും. 10 ലക്ഷം രൂപയുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? പ്രോജക്റ്റുകളെ നമ്മൾ PI വാല്യൂ തന്നിട്ടുണ്ട്, അതൊക്കെ എടുത്ത് എഴുതി. ക്ലിയർ? PIയുടെ റാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയായിരിക്കും റാങ്ക് വരിക? ക്ലിയർ? ദീസ് ആർ ദി PI റാങ്ക്. ക്ലിയർ? റാങ്ക് ബേസ്ഡ് ഓൺ ദി പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് അല്ലേ? ഇതനുസരിച്ച് നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? നെറ്റ് പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. നെറ്റ് പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം എന്ത് ചെയ്യണം? അതിനെ ക്യാഷ് ഇൻഫ്ലോസും ക്യാഷ് ഔട്ട് ഫ്ലോസിൻ്റെയും പ്രസൻറ്റ് വാല്യൂ എടുത്തിട്ട് അതിൻ്റെ ഡിഫറൻസ് കാണുന്നതാണ് NPV അല്ലേ? സോ NPV ഈക്വൽ ടു പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട് ഫ്ലോ. അപ്പോൾ ഇവിടെ എങ്ങനെ എടുക്കാതെ അല്ലേ? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഡിസ്കൗണ്ട് റേറ്റ് തന്നിട്ടുണ്ടോ? ഇല്ല. ക്യാഷ് ഇൻഫ്ലോ തന്നിട്ടുണ്ടോ? ഇല്ല. പകരം എന്താ തന്നിരിക്കുന്ന? പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിക്കുക. എന്താ കാരണം? പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു അല്ലേ PV ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ക്ലിയർ ഡിവൈഡഡ് ബൈ PV ഓഫ് ക്യാഷ് ഔട്ട് ഫ്ലോ ആണ് അല്ലേ? ബെനിഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ്. അതുകൊണ്ടാണ് അതിൻ്റെ ബീച്ച് റേഷ്യോ എന്ന്. അതിൻ്റെ റേഷ്യോ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ഒരു വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? PI വാല്യൂസ് ഗിവൺ 1.22 ആണെന്ന് നമുക്കറിയാം. ക്ലിയർ? പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട് ഫ്ലോ എന്ന് തന്നിട്ടുണ്ട് ആദ്യത്തെ കേസിൽ. അതല്ലേ? എത്രയാണ്? 3 ലക്ഷം രൂപ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ന്യൂമറേറ്റർ കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? അങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ക്ലിയർ? സോ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ PV ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഈസ് ഈക്വൽ ടു ക്ലിയർ ദാറ്റ് ഈസ് ക്യാഷ് ഔട്ട് ഫ്ലോ ഇൻറ്റു PI ഇൻഡെക്സ്. ക്ലിയർ? അപ്പോൾ PI ഇൻഡെക്സ് ഇവിടെ ക്യാഷ് ഇൻഫ്ലോ എത്രയാണ്? 3 ലക്ഷം രൂപ. PI ഇൻഡെക്സ് എത്രയാണ്? 1.2. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3,66,000 രൂപ കിട്ടും. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ 3,66,000 രൂപയാണ് ഇൻഫ്ലോ. ക്ലിയർ? 3 ലക്ഷം രൂപയാണ് ഔട്ട് ഫ്ലോ എങ്കിൽ NPV എത്ര കിട്ടും? 66,000 രൂപ NPV കിട്ടും. നെറ്റ് പ്രസൻറ്റ് വാല്യൂ. ഇൻഫ്ലോ മൈനസ് ഔട്ട് ഫ്ലോ. Present value of inflow minus present value of outflow, that is equal to net present value. Clear? 66,000. 3,66,000 minus 3 lakh, that is 66. Next നമ്മൾ ഇതേപോലെ ചെയ്യുമ്പോൾ എന്തൊരും 0.95 into 1,50,000. So you will get 1,40,500. Clear? 1,50,000 rupees ആണ് നമുക്ക് ഇവിടെ വരുന്നത്. Clear? ഔട്ട്ഫ്ലോ. ഇൻഫ്ലോ എത്രയേ വരുന്നുള്ളൂ? 1,42,000 വരുന്നുള്ളൂ. അപ്പം നമുക്ക് നെറ്റ് പ്രസൻറ്റ് വാല്യൂ നെഗറ്റീവ് ആണ് വരിക. അപ്പോൾ ഈ പ്രോജക്റ്റ് എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റില്ല. ക്ലിയർ? റൈറ്റ്. അപ്പോൾ നമ്മൾ ഡിഫറൻസ് കണ്ടു കഴിഞ്ഞാൽ -7,07,500 ആണ് വരിക. നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ഈ പ്രോജക്റ്റിനെ NPV അനുസരിച്ച് റിജക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് 1.2 ഇൻറ്റു 3.5 അല്ലേ? 3,50,000. സോ ദാറ്റ് 4,20,000. അപ്പോൾ നമുക്ക് NPV എത്ര കിട്ടും? ഡിഫറൻസ് എടുക്കുമ്പോൾ 70,000 കിട്ടും. 4,20,000 മൈനസ് 3,50,000 ഈക്വൽ ടു 70,000. അതുപോലെ അടുത്തത് 1.18 ഇൻറ്റു 4,50,000 വിൽ ഗിവ് യു 5,31,000. ക്ലിയർ? ദാറ്റ് ഈസ് മൈനസ് 4,50,000 ഈക്വൽ ടു 81,000. Okay. Then 1.2 into 2 lakh. So that is 2,40,000. Clear? 2,40,000 minus 2 lakh equal to 40,000. Then 4 lakh into 1.05 will give you 4,20,000. 4,20,000 minus 4 lakh equal to 20,000. Okay. Then അപ്പോൾ നമ്മൾ NPV കാൽക്കുലേറ്റ് ചെയ്തു. ഇനി NPVയുടെ നേച്ചർ അനുസരിച്ച് നമ്മൾ പ്രോജക്റ്റിനെ റാങ്ക് ചെയ്യാമെന്ന് വിചാരിക്കുക. ഏതാ ഹയസ്റ്റ് റാങ്ക് വരിക അല്ലേ? ഇപ്പോൾ നാലാമത്തെ പ്രോജക്റ്റിന് 81,000 റുപ്പീസിൻ്റെ ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ NPV ഏറ്റവും ഹയസ്റ്റ് വരുന്നത് അതാണ്. പിന്നെ അടുത്തത് വരുന്ന ഏതാ? 66,000 രൂപയുടെ ഉണ്ട്. അപ്പോൾ അല്ല 70,000 രൂപയുടെ ഉണ്ട്. അപ്പോൾ അത് 2 കൊടുത്തു, ഇത് 3 കൊടുത്തു, 4 കൊടുത്തു. ക്ലിയർ? ഇത് 5 കൊടുത്തു. ഓക്കെ. ഇത് നമുക്ക് വേണമെങ്കിൽ 6ാമത്തെ കൊടുക്കാം. ഓക്കെ. ഇത് റാങ്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ആ റാങ്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓരോ. ക്ലിയർ? നമ്മളിപ്പോൾ കിട്ടിയിരിക്കുന്ന റാങ്കുകൾ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പ്രോജക്റ്റുകൾ രണ്ടിൻ്റെയും റാങ്ക് ഉണ്ട് അല്ലേ? ഇതനുസരിച്ച് നോക്കൂ. ഇവിടെ NPVയുടെ കേസസിൽ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയിരിക്കുന്ന പ്രോജക്റ്റിൻ്റെ ക്യാഷ് ഇൻഫ്ലോ എത്രയാണ്? 4,50,000. സെക്കൻഡ് റാങ്ക് കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 3,50,000. അപ്പോൾ കളക്റ്റീവിൽ എത്രയായി? 4,50,000 പ്ലസ് 3,50,000 കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 4, 3, 7, 1 8 ലക്ഷം രൂപയായി. ക്ലിയർ? ഇനി മൂന്നാമത്തെ കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 3 lakh rupee. ക്ലിയർ? അപ്പോൾ അവിടെയും നമുക്ക് എത്ര കിട്ടും? 4,50,000. Clear? That is next one is 2 lakh
3 lakh 50, that is 8 lakh, 8 plus 3 lakh, that is equal to 11 lakh rupee. 10 ലക്ഷം രൂപ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ ആ കോമ്പിനേഷൻ പറ്റുമോ? പറ്റില്ല. ക്ലിയർ? അതിന് വീണ്ടും നമ്മൾ അടുത്ത് നോക്കുകയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരെണ്ണത്തിന് നമ്മൾ ഒഴിവാക്കിയിട്ട് വേറൊന്നും ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ കിട്ടും കോമ്പിനേഷൻ? ക്ലിയർ? സോ ഇവിടെ കമൻസ് കൊടുത്തേക്ക് നോക്കൂ. ഓൺ ദ ബേസിസ് ഓഫ് റാങ്കിങ് ഓഫ് ദ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഓഫ് എസ് ലിമിറ്റഡ്, ക്ലിയർ, may undertake the projects 1, 3 and 5. നേരത്തെ നമ്മൾ നോക്കിയിട്ടുള്ള 1ഉം 3ഉം 5ഉം. ക്ലിയർ? ഈ രീതിയിൽ റാങ്ക് ചെയ്യുമ്പോൾ. ക്ലിയർ? അഞ്ചാമത്തെ പ്രോജക്റ്റ്. ഓക്കെ, ഇപ്പം എങ്ങനെയാണ് നമുക്ക് കിട്ടുക? അങ്ങനെ വരുന്ന സമയത്ത് 1,50,000 റുപ്പീസിന് അൺഇൻവെസ്റ്റഡ് എമൗണ്ട് ആയിട്ട് വരും. ഓക്കെ, ദെൻ നെറ്റ് പ്രസൻറ്റ് വാല്യൂ ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ, അല്ല ഇതിൻ്റെ കളക്റ്റീവായിട്ടുള്ള നെറ്റ് പ്രസൻറ്റ് വാല്യൂ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ 1, 3 and 5 നോക്കുക. ഇതേ പ്ലസ് അല്ലേ, ഇതേ പ്ലസ് ഇത് അല്ലേ, അങ്ങനെ വരുന്ന സമയത്ത് കളക്റ്റീവ് 1,76,000 റുപ്പീസാണ് അതിൻ്റെ NPV കിട്ടുന്നത്. ക്ലിയർ? ഈ 3 പ്രോജക്റ്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന 1,76,000 റുപ്പീസ് കിട്ടും. ക്ലിയർ? ഇനി നമ്മൾ ഇപ്പം നോക്കിയിട്ടുള്ള ആൾട്ടർനേറ്റീവ് നോക്കുക. എന്തൊക്കെയാണ് ആൾട്ടർനേറ്റീവ്? NPV മെത്തേഡ് അല്ലേ, NPV മെത്തേഡ് അനുസരിച്ച്. സോ ആസ് ദ പ്രോജക്ട്സ് ആർ ഇൻഡിവിസിബിൾ, there is no alternative use of rupees 1,50,000. It remain unutilized. Clear? So on the basis of ranking the net present value method, clear, S Limited may undertake the project 3, 4 and 5. Clear? 3ഉം 4ഉം 5ഉം നമുക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. ക്ലിയർ? ഏതാ 3? ക്ലിയർ? ദിസ് ഈസ് 3, 4 and 5. ക്ലിയർ? അപ്പോൾ ഇത് 3 നമ്മൾ എടുക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഈ 3 എടുക്കുന്ന സമയത്ത് എങ്ങനെ വരും? ഡിഫറെൻറ്റ് കോമ്പിനേഷൻ നമ്മൾ ട്രൈ ചെയ്യും കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അറിയാം. 3,50,000, 4,50,000 and 2 lakh. അപ്പോൾ 8 lakh rupees plus 2, that is 10 lakh rupee. ഇങ്ങനെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് NPV എത്ര കിട്ടും? ഈ 3 പ്രോജക്ട്സിൻ്റെയും കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ, സോ NPV വിൽ കംസ് ടു, അതാണ് ഒരു താഴെ കൊടുത്തിരിക്കുന്നത്. സോ ടോട്ടൽ NPV ഓഫ് ദീസ് പ്രോജക്ട്, ക്ലിയർ, പ്രോജക്ട് നമ്പർ 3, 4 and 5 വിൽ ഗിവ് യു 1,91,000. അപ്പോൾ നേരത്തെ കിട്ടിക്കുന്ന 1,76,000 ആയിരുന്നു. ഇപ്പോഴാണെങ്കിൽ 1,91,000 റുപ്പീസ് കിട്ടും. അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് എക്സ്ട്രാ ബെനിഫിറ്റ് ഉണ്ടെന്ന് അർത്ഥം അല്ലേ. 15,000 റുപ്പീസ് നമുക്ക് എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടും. അതുകൊണ്ട് ഏതാണ് നല്ലത്? പ്രോജക്റ്റ് 3ഉം 4ഉം 5ൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം അവിടെ നമ്മൾ NPV മെത്തേഡ് റിസോർട്ട് ചെയ്താൽ മതിയാവും. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ക്യാപിറ്റൽ റേഷനിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കുറച്ച് ലിമിറ്റഡ് ഫണ്ട്സും കുറേയധികം ഇൻവെസ്റ്റ്മെൻറ്റ് ആൾട്ടർനേറ്റീവ്സ് പ്രോഫിറ്റബിൾ ആയിട്ട് ഉണ്ടാവുകയും ചെയ്യുമ്പോൾ, ക്ലിയർ, നമ്മൾ ഏത് പ്രോജക്റ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നോക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രോസസ്സുകൾക്ക് പറയുന്ന പേരാണ് ക്യാപിറ്റൽ റേഷനിങ്. ക്ലിയർ? സോ ദസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ അല്ലെ ക്യാപിറ്റൽ റേഷനിങ് ഡിസിഷൻ വരുന്ന സന്ദർഭത്തിൽ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് PI മെത്തേഡ് തന്നെയാണ്. അപ്പോൾ അതിന് റാങ്കിങ്ങിനൊക്കെ നമുക്ക് എളുപ്പമായിട്ട് നമുക്ക് റാങ്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഇൻഡിവിസിബിൾ ആയിട്ടുള്ള പ്രോജക്റ്റിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരുന്ന സമയത്ത്, കുറച്ച് എമൗണ്ടുകൾ ബാക്കി വരിക, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മറ്റേതെങ്കിലും മെത്തേഡിൻ്റെ കൂടെ സഹായം കൂടെ നോക്കിയിട്ട്, അല്ലെങ്കിൽ അതിലെ ഉള്ള ആൾട്ടർനേറ്റീവ്സും കൂടെ പ്രിഫറബിളി NPV ഒക്കെ നോക്കിയിട്ട് പ്രോജക്റ്റുകളെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ക്ലിയർ? എമൗണ്ടിനനുസരിച്ച് പ്രോജക്റ്റുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ലിമിറ്റേഷൻ ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ഓക്കെ, സോ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് സഫർ ഫ്രം ദി ഫോളോയിങ് ലിമിറ്റേഷൻ. Okay, so all the techniques of capital budgeting assumes that various investment proposals under the considerations are mutually exclusive, which may not be practically be true in some particular circumstances. Clear? എല്ലാ പ്രോജക്റ്റുകളും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. ഒന്ന് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തിരഞ്ഞെടുപ്പ് മറ്റുള്ളതിനെ നമ്മൾ റിജക്റ്റ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളൊരു അസംഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഇതെല്ലാം ചെയ്യുന്നത് അല്ലേ. പ്രോജക്റ്റ് എ സെലക്ട് ചെയ്യുക, പ്രോജക്റ്റ് ബി റിജക്റ്റ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയാനുള്ള കാരണം എന്താ? എല്ലാ പ്രോജക്റ്റുകളും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷെ എല്ലാം അങ്ങനെ ആവണമെന്നില്ല. ക്ലിയർ? അപ്പോൾ അങ്ങനെ വരാവുന്ന ഒരു ലിമിറ്റേഷൻ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ഈസ് the techniques of capital budgeting requires estimation of future cash inflows and outflow. Clear? നമുക്ക് സാധാരണ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് സമയത്ത് വരുന്ന അല്ലേ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് എന്ത് ആവശ്യമായിട്ട് വരുന്നു? എസ്റ്റിമേഷൻ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോ അല്ലേ. ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ക്യാഷ് ഇൻഫ്ലോ എത്രയായിരിക്കും ഓരോ വർഷവും അല്ലേ. ഇപ്പോഴത്തെ ക്യാഷ് ഔട്ട്ഫ്ലോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരാവുന്ന ക്യാഷ് ഔട്ട്ഫ്ലോ എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തെങ്കിലേ പറ്റുള്ളൂ. പക്ഷേ ഇതിൻ്റെ എസ്റ്റിമേഷൻ പലപ്പോഴും എന്തായിട്ട് മാറാം?
അല്ലേ? ഫ്യൂച്ചർ അൺസർട്ടൻ ആണ്, റിസ്ക് വരാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് ഇൻഎക്സാക്റ്റ് ആയിട്ട് മാറും. നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ഇതിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ കാൽക്കുലേഷൻ റോങ് ആയിട്ട് മാറാനുള്ള സാധ്യതയായിരിക്കും വരിക. ഓക്കെ, സോ ദർ ആർ സർട്ടൻ ഫാക്ടേഴ്സ് ലൈക്ക് morale of the employees, goodwill of the firm, etc., which cannot be correctly quantified, but which otherwise substantially influence the capital decision. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ എക്കണോമിക് ഡിസിഷൻ മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കുക, മൊറൈൽ ഓഫ് ദി എംപ്ലോയീസ് നമ്മൾ നോക്കാറുണ്ട്, അല്ലേ? ഇങ്ങനൊരു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയീസ് എങ്ങനെ അതിനോട് പ്രതികരിക്കും, അവരുടെ സപ്പോർട്ട് എത്രമാത്രമായിരിക്കും, അതുപോലെ തന്നെ ഗുഡ് വിൽ ഓഫ് ദ ഫേമിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യും, ഇങ്ങനെയുള്ള ഒട്ടനവധി കൺസിഡറേഷൻ അടിസ്ഥാനത്തിലായിരിക്കും, അല്ലേ, നമ്മൾ എന്ത് ചെയ്യുക, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ അതും ഒരു ലിമിറ്റേഷനായിട്ട് നമുക്ക് പറയാം. സോ അർജൻസി ഈസ് അനദർ ലിമിറ്റേഷൻ ഓഫ് ഇൻ ഇവാലുവേഷൻ ഓഫ് ദി ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ. ക്ലിയർ? സോ അർജൻസി, ചില പ്രോജക്റ്റുകൾക്ക് അർജൻറ്റായിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു പ്രോജക്റ്റാണെങ്കിൽ അവിടെ നമ്മൾ കോസ്റ്റോ ബെനിഫിറ്റോ എക്കണോമിക് കൺസിഡറേഷനോ പ്രോഫിറ്റബിലിറ്റിയോ ഒന്നും നമുക്ക് നോക്കാൻ പറ്റില്ല. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ ഇതൊരു ലിമിറ്റേഷനായിട്ട് പറയാം. സോ അൺസർട്ടനിറ്റി ആൻഡ് റിസ്ക് pose the biggest limitation to the techniques of capital budgeting. Capital budgeting ഏറ്റവും അധികം അല്ലേ ബാധിക്കുന്ന ഒരു കാര്യമാണ് അൺസർട്ടനിറ്റി ആൻഡ് റിസ്ക്. കാരണം ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാണ്. അതിന് കിട്ടുന്ന റിട്ടേൺസ് വളരെയധികം ലോങ് പീരീഡിലേക്ക് വരുന്നതാണ്, അല്ലേ? അതിന് ലോങ് ടേം ഇംപ്ലിക്കേഷൻ ഉള്ളതാണ്. അതുപോലെ തന്നെ അത് ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഡിസിഷനാണ്. അതൊക്കെ നമ്മൾ അതിൻ്റെ പറഞ്ഞു അതിൻ്റെ നേച്ചർ നോക്കുന്ന സമയത്ത്. അപ്പോൾ ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് മിക്കവാറും ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്തായിട്ട് വരുന്നു? സോ ഇറ്റ് ഈസ് ഓക്കെ, ഇതൊരു ഹയസ്റ്റ് ഡിഗ്രി ഓഫ് അൺസർട്ടനിറ്റിയും റിസ്ക് ഒക്കെ വരുന്നൊരു കാര്യമാണ്. So these are all some of the limitations of capital budgeting.